نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖിലമണ്ഡലങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഓതിവെച്ച ആയത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഹക്ക തുഖാത്തിഹി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം, വലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങളാരും തന്നെ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകുവാൻ പാടില്ല എന്നും, ഇത് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ മനുഷ്യന് നൽകുന്ന ശക്തമായ താക്കീതാണ്. കഴിവിൻ്റെ പരമാവധി ഞാനും നിങ്ങളും ഈ ആയത്തിനെ ഉൾക്കൊള്ളുകയും മുസ്ലിങ്ങളായി ജീവിക്കുവാനും മുസ്ലിങ്ങളായി തന്നെ മരിക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ. പടച്ച തമ്പുരാൻ നമ്മുടെ പരിശ്രമത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. രണ്ടാമതായി ഞാൻ ഓതിവെച്ചത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ട് പഠിച്ച മനസ്സിലാക്കിയ സൂറത്തു സുമറിലെ 45-ാമത്തെ ആയത്താണ്. നമുക്കറിയാം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000-ഓളം പ്രവാചകന്മാരെ, 1,25,000 എന്നുമുണ്ട് പ്രവാചകന്മാരെ ഈ ലോകത്ത് പ്രത്യേകം തിരഞ്ഞെടുത്ത് 40 വയസ്സായാൽ നബിമാരാക്കി അവരുടെ ബന്ധുക്കളിലേക്ക്, അവരുടെ നാട്ടിലേക്ക്, സമൂഹങ്ങളിലേക്ക് അവരെ തിരഞ്ഞെടുത്ത് അയച്ചത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് പ്രബോധനം ചെയ്യാൻ. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പല ഉപാധികളും പറഞ്ഞു വന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിലെ ചിലതൊക്കെ ഉൾക്കൊള്ളാം, ചിലതൊക്കെ സ്വീകരിക്കാം എന്ന ഒരു നിലപാട് വന്നപ്പോൾ, നിലപാടുകളൊക്കെ നിങ്ങൾക്കറിയാം. ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ലത്തയുടെ നേരെ കൈയൊന്നിങ്ങനെ കാണിക്കാൻ എന്താ അപ്പോൾ കുഴപ്പം? ഒരു കൊല്ലം കൊണ്ട് തൗഹീദിലേക്ക് കൊണ്ടുവന്നൂടെ? പക്ഷേ നബിക്കത് ശരിയാണെന്ന് തോന്നിയപ്പോൾ ആകാശത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങാണ്. ഇവിടെ ഉള്ള ആകെ പ്രശ്നം എന്താണെന്നറിയാം നിങ്ങൾ? ലോകത്ത് അള്ളാഹുവിനെ അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഞങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ കൂടെ അവർക്കൊരാൾ കൂടി വേണം, റെക്കമെൻഡിന് ഒരാൾ വേണം. എന്നാൽ പടച്ചോ മാത്രം എന്ന് പറഞ്ഞാലോ അള്ളാഹിനെ ഞങ്ങൾ ആരാധിക്കും, പടച്ചവനെ മാത്രമേ എന്ന് പറഞ്ഞാലോ അതവർക്ക് പ്രശ്നം ഉണ്ടാക്കും. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്താണല്ലോ ഉള്ളാളം സയ്യിദ് മദനിയുടെ ജാറം. അവിടെ പോയിട്ട് നമ്മൾ പറയാണ്, ഉള്ളാളം സയ്യിദ് മദനിനോടും പ്രാർത്ഥിക്കാം, അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, ഇത് രണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞാലോ നമുക്ക് പൂമാലയിട്ട് നമ്മൾ ഒരു സലഫി ആരിലേക്ക് വന്നിട്ടുണ്ട്? ജാറത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് പറ്റൂല. കാരണം എന്താ? അവിടെ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് ഖുർആനിൻ്റെ ആയത്ത്. വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അന്ത്യദിനത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളോട് അവരുടെ ഹൃദയങ്ങളിലേക്ക് അവർക്ക് അനുഭവപ്പെടുന്നത് അള്ളാഹുവെ മാത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാവും. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ ലാത്തനെ പറഞ്ഞോളിക്കും, ഉസ്സനെ പറഞ്ഞാലോ അതേപോലെ തന്നെ മനാത്തിനെ പറഞ്ഞാലോ ആരെ പറഞ്ഞാലും അവർക്ക് സന്തോഷമുണ്ടാകും. വഇദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബിശിറൂൻ. അള്ളാഹനെ മാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. എന്നാൽ അള്ളാഹിൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ടെന്ന് പറഞ്ഞാലോ അവർക്ക് സന്തോഷമായി. ആ സന്തോഷം നമുക്ക് വേണ്ട. ഇതാണ് യഥാർത്ഥത്തെ തൗഹീദ്. തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുഃഖം എന്താ? ചില ആളുകൾ തമാശക്ക് പറയും, മൗലൂദില്ല, റാത്തീബില്ല, ഹദ്ദാദില്ല, ഏഴില്ല, 14ഇല്ല, അടിയന്തരല്ല, നേർച്ചല്ല, നബിദിനല്ല, ഒന്നുമില്ല. ഈ സലഫികൾ മൊത്തം നോക്കി എന്തൊരു തടിയാ, ഇതൊന്നും തിന്നാതെ അപ്പോൾ തിന്നാലോ? അത് ഈമാനിൻ്റെ ബലമാണത്. ഏത്? നമുക്ക് അത് വേണ്ടാന്ന് പറഞ്ഞത് അത് രുചിയില്ലാത്തത് കൊണ്ടല്ല, അത് രുചിയില്ലാത്തതുകൊണ്ടല്ല, നല്ല രുചിയുള്ള സാധന. ഈ നേർച്ചൻ്റെ ചോറ്, നബിദിനത്തിൻ്റെ ചോറ് ഒക്കെ നല്ല ടേസ്റ്റാണ്. കാരണം അത് വെക്കുന്ന അടുത്തു കൂടി പോയാൽ തന്നെ ഭയങ്കര സ്മെല്ലാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അള്ളാഹിൻ്റെ പേരിൽ കുറച്ച് പൈസ ചോദിച്ചു നോക്കി, പള്ളിക്ക് പൈസ. ഇപ്പം എന്നോട് പറഞ്ഞു, മുകളിൽ മദ്രസൻ്റെ പണി നടക്കുന്നു, പള്ളിൻ്റെ പണി നടക്കുന്നു, പ്രോഗ്രാം നടക്കുന്നു, അതിനൊക്കെ പൈസ ചോദിച്ചാൽ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുള്ളൂ. പക്ഷേ ഉള്ളാളത്തെ ജാറത്തിന് പൈസ ചോദിച്ചാൽ നോട്ടല്ല. കാരണം കല്യാണത്തിന് പോയിട്ടുള്ള ചോറില്ലേ അതിന് വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷെ നേർച്ചൻ്റെ ചോറ് ഭയങ്കര ടേസ്റ്റ്. അതെന്താ കാരണം എന്നറിയോ? പരലോകത്ത് നരകത്തിലേക്ക് പോകുന്ന എന്തൊക്കെ ഉണ്ടോ അത് ഇഹലോകത്ത് ഭയങ്കര ടേസ്റ്റാണ്. വലിയ പെരുന്നാളിന് മൂരിനെ വാങ്ങാൻ പറയൂല, എന്നാൽ ജാറത്തിലേക്ക് മൂരിനെ വാങ്ങാൻ പറഞ്ഞാൽ വേഗം കൊടുക്കും. അതുപോലെ തന്നെ കല്യാണത്തിന് മംഗലത്തിന് വെപ്പുകാരന് ബിരിയാണി വെക്കുന്ന ആൾ വന്ന് ചോദിക്കുക, ഒരു തപ്പ് നെയ്യ് ഒരു തപ്പാ, എന്തിന്? 1 കിലോ അണ്ടി 1 കിലോനാ, എന്തിന്? കുറക്കും പറ്റേ. എന്നാൽ നേർച്ചക്ക് ചോദിച്ചാലോ ഒരു തപ്പ് നെയ്യ് എന്തരമേ, 2 തപ്പിട് പൈസതാ. ഇതൊക്കെ കൂടിയിട്ട് നല്ല സ്മെല്ലുണ്ടാവില്ലേ? അപ്പോൾ ഇതിലേക്ക് പൈസ കൊടുക്കാൻ ഇതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇതാണ് നമ്മളോട്, അതായത് തൗഹീദുള്ള ആളുകളോടും അല്ലാത്തവരോടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പനയുണ്ട്. ജദ്ദിദൂ ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണേ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതെന്നും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ വണ്ടിയുടെ ഓയിൽ, നമ്മുടെ വീട്ടിലെ AC, അതുപോലെ തന്നെ കാറിൻ്റെ AC, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ എന്തിനാ പുതുക്കണത്? അപ് ടു ഡേറ്റ്. നമ്മളെ മൊബൈലിൽ ഓരോ ആപ്ലിക്കേഷനും അപ് ടു ഡേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഈമാൻ പുതുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ആരോടാ? സ്വഹാബത്തിനോട്. അവർ ചോദിക്കുകയാണ്, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ നുജദ്ദിദു ഈമാനിനാ, ഞങ്ങളുടെ ഈമാനിനി എങ്ങനെ പുതുക്കാനാണ്? ഞങ്ങളെ ഈമാൻ ആരാ? ബിലാലിനോട്, ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട്, ഹംസയോട്, അബൂബക്കർ സിദ്ദീഖിനോട്, ഉമറിനോട്, അലിയോട്, ഇവരോടാ പറയണത്. ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ പുതുക്കണേ. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെട്ടി കിട്ടിയിട്ട് മുറിവുണങ്ങാത്തവർ,
വേദന സഹിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളോട് പറയാൻ, നിങ്ങൾ നിങ്ങളുടെ ഈമാൻ പുതുക്കണം. അവർ തിരിച്ചു വയ്ക്കും, ഞങ്ങളുടെ ഈമാൻ എങ്ങനെയാ പുതുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല അഖ്സുറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ധാരാളമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ. ആരോടാ പറഞ്ഞത്? സ്വഹാബത്തിനോട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കാൻ, ഇന്നൽ ഈമാന, ഈമാൻ എന്ന് പറയുന്നത് ലയഖ്ലുഖു ഫീ ജൗഫി അഹദികും, നിങ്ങളുടെ ഈമാൻ നുരുമ്പുകയും അത് ബലം കുറയുകയും ചെയ്യും, ദുർബലമാവുകയും ചെയ്യും. നമ്മുടെ ഈമാൻ ആർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവരുടെ, മറ്റൊരു കാര്യം പറയണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകളുടെ ഈമാൻ ദുർബലമാവുകയും നുരുമ്പുകയും ചെയ്യും. കമാ യഖ്ലുഖു സൗബ്, ഏതുപോലെ? നിങ്ങളുടെ വസ്ത്രങ്ങൾ നുരുമ്പുന്നത് പോലെ. കഴിഞ്ഞ ഇട്ട വസ്ത്രമാണോ അത്? ഈ ഒരു ഷർട്ട് എടുക്കാൻ 3 കടയിൽ 4 കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടാവും ഭാര്യനോട്. ഭാര്യ പറയുന്നത് കളർ പോരാ, എല്ലാം ഒന്ന് സെലക്റ്റായാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇതിനെത്ര ഗ്യാരണ്ടി ഉണ്ടെന്നാണ്. നിങ്ങളറിയോ, ഇവിടുത്തെ ഡ്രസ്സ് മാത്രം, ഗുദ്രോളി പള്ളിയിലെ ഇവിടുത്തെ ഡ്രസ്സ് മാത്രം, അതിൻ്റെ വില മാത്രം കണക്കൂട്ടിയാൽ മംഗലാപുരം ഒരു സൈഡിലെ 10 സെൻറ്റ് സ്ഥലം വാങ്ങാം. നമ്മൾ വിചാരിക്കുന്നതിനൊന്നും വില ഇല്ലാന്ന്. 4000, 5000, 6000 ഇതൊക്കെ അറിയണോനെ അറിയുള്ളൂ. അറിയാത്തവനെന്ത് ചാത്തവനെന്ത് മനുഷ്യറ ഇല്ല. ആ വസ്ത്രങ്ങൾ വാങ്ങിയപ്പോൾ നമ്മൾ വെച്ചത് എത്ര ഗ്യാരണ്ടി ഉണ്ടെന്ന്. അവർ പറഞ്ഞു, ഇത് ചൂടുവെള്ളത്തിലിടാൻ പാടില്ല, വെയിലത്തിടാൻ പാടില്ല, പ്രത്യേക ഷാമ്പൂല്, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ കുറച്ച് നിങ്ങൾക്ക് കാലം കൊണ്ടു നടക്കാം. ഇതാണ് ഈമാൻ. അത് നുരുമ്പും ദുർബലമാകും, അത് വസ്ത്രം നുരുമ്പുന്നത് പോലെ നുരുമ്പും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഏൽപ്പിച്ച ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഈമാനിൻ്റെ ഒന്നാമത്തേതാണ്. ഫസ്റ്റ് റാങ്ക് ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ ഈമാനു സിത്തുൻ ഔ സബ്ഊന ശുഅബ അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ 60 70 ശാഖകളുള്ളതാണ്. അതിലെ ഫസ്റ്റ് റാങ്ക് അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് നബി പറഞ്ഞു ഫസലുല്ലാഹ തആല. ആരോടാ? ഇത് നമ്മളോടല്ല, മംഗലാപുരത്തെ SKSMകാരോടോ കേരളത്തിലെ മുജാഹിദുകളോടോ അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ അഖില ഹദീസുകാരോടോ അല്ല, സ്വഹാബത്തിനോട്, ഖുർആൻ നേരിട്ട് പഠിച്ചവരോട്. അല്ലാഹുവിൻ്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും സ്വഹാബി വനിതകളും അനുഭവിച്ച പ്രയാസങ്ങളും ത്യാഗങ്ങളും നാട് വിടലുകളും നാട് കടത്തലുകളും യുദ്ധങ്ങളും ഇതൊക്കെ കണ്ടു ശീലിച്ച ആളുകളോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നമ്മൾ ഇന്ന് സുബഹി നമസ്കരിച്ചു, അതിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചു, തഹജ്ജുദിന് വേണ്ടി പ്രാർത്ഥിച്ചു, സുബഹി നമസ്കാരത്തിന് പ്രാർത്ഥിച്ചു. ഒരൊറ്റ ചോദ്യം നമ്മുടെ മനസ്സിനോട്, അല്ലാഹുവേ, നീ എനിക്ക് മംഗലാപുരത്ത് ഇന്നലെയും എനിക്കൊരാൾ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഉള്ളാളം ദർഗത്തെങ്കിലെ ആളായിരുന്നു, 2 കൊല്ലമായി ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ട്, ഞങ്ങളവിടെ സലഫിയിലേക്ക് വന്നിട്ട് പറയാം, 2 കൊല്ലമായി ഇസ്ലാമിലേക്ക് വന്നിട്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് തൗഹീദിൽ വന്നതിൽ അഭിമാനമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ. ഇതിന് അവസരമുണ്ടാക്കി തന്ന ആളുകൾക്കൊക്കെ അല്ലാഹു അതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചോ പടച്ചോനോട്, ഈ തൗഹീദിൻ്റെ ഇതിൽ അല്ലാഹുവെ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കാൻ നീ എനിക്ക് സൗഭാഗ്യം കൊണ്ടാ. അല്ലാഹുവിൻ്റെ റസൂൽ ഫസലുല്ലാഹ തആല അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിന് ഈമാൻ പുതുക്കി കിട്ടാൻ നീ സൗഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് നബി പഠിപ്പിക്കുക സ്വഹാബത്തിനെ. എന്നിട്ട് ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചോനെ, എൻ്റെ ഹൃദയത്തിന് നീ ദീനിൽ ഉറച്ചു നിൽക്കാൻ സൗഭാഗ്യം നൽകണം അല്ലാ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം, തോന്യാസം എല്ലാം മുറക്ക് നടക്കുന്നുണ്ട്, അല്ലേ? ഉണ്ട്. ഇതിൽ നിന്ന് ആളെ മാറ്റാൻ കൗൺസിലിങ്, മരുന്ന്, അതേപോലെ തന്നെ വേറെ സ്ഥലങ്ങൾ
ഇതിലൊക്കെ നമ്മൾ കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത് സർവ്വതുണ്ടല്ലോ. ജാഹിലിയ കാലഘട്ടം, ജാഹിലിയ കാലഘട്ടം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ അക്രമികളായ ആളുകളെ, തോന്യാസം ചെയ്ത ആളുകളെ, വ്യഭിചരിച്ചവരെ, കള്ളു കുടിച്ചവരെ, കൊലപാതകം നടത്തിയവരെ, ഇതൊക്കെ കലയായിട്ട് കൊണ്ടു നടന്ന ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സംസ്കരിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിർത്തിയിട്ടാണ്. കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ടോ അവനെ പഴപ്പിക്കാൻ ഒരു നാട്ടിലും ഒരാൾക്കും കഴിയില്ല. അള്ളാഹിൻ്റെ സൗഭാഗ്യമാണ്. എവിടെയൊക്കെ നമ്മൾ പോണു അവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖാല അവ്വലു സ്വലാഹി ഹാദിഹിൽ ഉമ്മത്തി ബിൽ യഖീൻ. എൻ്റെ ഉമ്മത്ത് സന്മാർഗത്തിലാക്കുന്നത് അടിയുറച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ ഇഷ്ടമാണ്, നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഒറ്റ കാര്യം എനിക്ക് വ്യഭിചാരം ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം. നല്ല ചോദ്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോടോ ആയിക്കോട്ടെ വാ എനിക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മണ്ട്, മകളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതേ ആവശ്യവുമായിട്ട് ഇവരുടെ അടുത്തേക്ക് ഒരാൾ വന്നാൽ നീ എങ്ങനെ പ്രതികരിക്കും? ഞാനവരെ കൊന്നുകളയും. എന്നാ പിന്നെ അങ്ങനത്തെ ഒരു പെണ്ണിൻ്റെ അടുത്തേക്കല്ലേ നീ പോകുന്നത്? ഒരു പെങ്ങളടുത്ത്, ഒരു ഉമ്മാൻ്റെ അടുത്ത്, ഒരു മകളടുത്ത് അല്ലേ? അവർക്ക് ആ വികാരം ഉണ്ടാവില്ലേ? അവിടുന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, റസൂലേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ്യഭിചാരമായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടത് വ്യഭിചാരമായിട്ട് മാറുന്നു. സുബ്ഹാനല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ കള്ളുകുടിയന്മാരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ? കള്ളുകുടിയന്മാരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയൽപ്പക്കത്തൊരു കള്ളുകുടി ഉണ്ടായിരുന്നു. ഡെയിലി വീട്ടിലടിയ ഭരണം നടത്താൻ. അബൂബക്കർ സിദ്ദീഖ് 3-4 ദിവസം ആ വീട്ടിൽ ഒരു ഒച്ചയും വിളിയൊന്നും കേൾക്കുന്നില്ല. രാത്രി വൈകിയാണ് വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ആ വീട്ടിൽ ശബ്ദമൊന്നും കേൾക്കാത്തത്? അയാളെ ഒച്ചയും വിളിയും ഭാര്യനെ അടിക്കലൊന്നും കാണാത്തത്? ഭാര്യ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, നിങ്ങളെ പട്ടാളക്കാരെ അയാളെ പിടിച്ചുകൊണ്ടിട്ടുണ്ട്. അയൽവാസിനെ ഞാൻ നിങ്ങളോണെങ്കിൽ എന്താ ചെയ്യുക? ഒരു വെള്ള പേപ്പർ വാങ്ങിയിട്ട് എഴുതും. മുറ്റ രാജാവാണല്ലോ, പട്ടാളക്കാരെ വിളിച്ചു പറയും അയാളെ വിടരുത്. ഞാനും നിങ്ങളോണെങ്കിൽ എന്താ ചെയ്യുക? ഒരു വെള്ള പേപ്പർ വാങ്ങിയിട്ട് എഴുതിയിട്ട് പറയും അയാൾ ഭയങ്കര കച്ചറ, കുതിരോളിൽ കച്ചറ, ടൗണിൽ കച്ചറ, അതുകൊണ്ട് അയാളെ ഒരു 4 ദിവസം കൂടി അവിടെ ഇടണം. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് വീട്ടിൽ കയറിയില്ല. നേരെ തിരിച്ച് പട്ടാള ക്യാമ്പിലേക്ക് പോയി. രാത്രി അവിടെ ചെന്നപ്പോൾ പട്ടാളക്കാരോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങൾ ആരാ? ഞാൻ പാവൊരു അബൂബക്കർ. ഏത് അബൂബക്കർ? ഈ നാട് ഭരിക്കുന്ന ഖലീഫ അബൂബക്കർ. എന്തിനാ നിങ്ങൾ വന്നത്? ഞാൻ വന്നത് ഇന്ന ആളങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിട്ടില്ലേ കള്ളു കുടിച്ചിട്ട്? അയാൾ ശിക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നിട്ട് എന്താ വിടാത്തത്? വിടുന്നില്ല. എന്നാൽ അയാളെ വിടണം. ഖലീഫ അയാൾ കള്ളുകുടിയനാണ്. ഖലീഫ അബൂബക്കർ പറയാൻ അയാൾ കള്ളുകുടിയനാണ്, ശരിയാണ്, പക്ഷേ അയാൾ എൻ്റെ അയൽവാസിയാണ്, അയാളെ വിടണം. അയാളെ വിട്ടിങ്ങനെ കൊണ്ടുവരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഹൃത്തേ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അന്വേഷിക്കില്ല, പക്ഷെ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കും, ഞാനൊരു മുസ്ലിമാണ്. അതുകൊണ്ട് സുഹൃത്തേ ഇതൊക്കെ നിർത്തിയിട്ട് അള്ളാൻ്റെ മാർഗത്തിലേക്ക് വന്ന് സ്വർഗം കരസ്ഥമാക്കണ്ടേ? അയാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഈ മനുഷ്യൻ വല്ലാത്തൊരാൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാവരുടെ അടുത്ത് പോയിട്ടും പറയാൻ പറ്റിയത് തൗഹീദ് ഉണ്ടോ അവൻ പിഴക്കൂല. അതുകൊണ്ട് നമ്മൾ ഇവിടെ മദ്യപിക്കരുതെന്നോ ഇവിടെ വ്യഭിചരിക്കരുതെന്നോ ഒന്നും എഴുതി വെക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദുള്ളവർ, നിങ്ങൾ ഈമാൻ ദുർബലമാകരുതെന്ന് പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തെറ്റായ ധാരണ ഉണ്ട്. നമ്മളിനി തൗഹീദിൽ നിന്ന് പോകൂലെന്ന്. തൗഹീദിൽ നിന്ന് ഇനി വ്യതിചലിച്ച് പോകൂല. എൻ്റെ താടി, എൻ്റെ കൈകെട്ടൽ, അതുപോലെ തന്നെ എൻ്റെ പാൻറ്റിൻ്റെ നീളം, എൻ്റെ തൗഹീദ് എല്ലാ പ്രോഗ്രാമിലും ഞാനുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരോടാ പറഞ്ഞത്? സുഫിയാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുക, നബിയെ ഒരാളോടും ഒരു സംഗതി ചോദിക്കരുത്, ഇവരോടൊന്നും. ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിൽ
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ ഒരു ഉപദേശം തരണം. ഇനി ആരോടും എനിക്ക് ചോദിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ആമൻതു ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഫസ്തഖിം, അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യാം. കഴിഞ്ഞു. എല്ലായി ആ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾക്ക് സംഭവിച്ച ഒന്ന് നമുക്ക് പിഴക്കൂല വിചാരിച്ചല്ലോ. നോക്കി നിങ്ങൾ, അബി വാഖിദ് ലൈസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അന്നകും ഖറജു അൻ മക്കത മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുനൈൻ. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഹുനൈനിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ പോകാൻ. ഖാല കാന ലിൽ കുഫാരി സിദ്റത്തുൻ യഖുഫൂന ഇൻദഹാ വയുഅല്ലികൂന ബിഹാ അസ്ലിഹതഹും. ആ മക്ക മുശ്രിക്കുകളായ ആളുകൾക്ക് അവർക്ക് എഴുത്തിക്കാഫിരിക്കാനും യുദ്ധത്തിന് പോകുമ്പോൾ വാള് ഈ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടാൽ വിജയിക്കും എന്നൊരു വിശ്വാസവും മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ദാത്തു അൻവാത്ത്. യുഖാലു ലഹാ ദാത്തു അൻവാത്തിൻ, അതിൻ്റെ പേര് ദാത്തു അൻവാത്താണ്. ഫമറർനാ ബിസിദ്റിൻ ഹദറാ, അങ്ങനത്തെ ഒരു മരത്തിൽ അവരിയ്ക്കുകയും അതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇതിങ്ങനെ കാണുകയാണ് ആര്? സ്വഹാബത്ത്. ഏത് ഇങ്ങനെ മക്കാ മുശ്രിക്കുകൾ ചെയ്യുന്നത് കാണാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നിട്ട് ഖാലൂ യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്തു അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്. നബിയേ, ഞങ്ങൾക്കും ഇതുപോലൊരു ദാത്തു അൻവാത്ത്. കാരണം അവർ ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, പൂർണ്ണമായിട്ട് ഇതിൽ അടിയുറച്ച് നിന്നിട്ടില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഹദീസിൽ അങ്ങനെ കാണുന്നത് അടുത്ത് ഇസ്ലാമിലേക്ക് വന്നവരെന്നാണ്. പക്ഷെ അവരുടെ വിശ്വാസത്തിലൊക്കെ ദുർബലത ഉണ്ടായിരിക്കാം. അത് കണ്ടപ്പോൾ, ഇവരിത് ചെയ്യുന്നത് കണ്ടപ്പോൾ നബിയുടെ കൂടെയുള്ള സഹാബത്താ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാലഹും ദാത്തു അൻവാത്ത്, അവർക്കുള്ളതുപോലെ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു മരം നിശ്ചയിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസയുടെ ജനത മൂസാനോട് ചോദിച്ചതാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ. 40 ദിവസം തൂരിസീന പർവ്വത നിരയിൽ നിന്ന് വഹി വാങ്ങി വന്നപ്പോഴത്തിനും ഇവിടെ ഒരു പശുക്കുട്ടി ഉണ്ടായി ഇല്ലേ? നമ്മൾ വിചാരിച്ചെന്താ, മൂസാ നബിയെ നേരിട്ട് കണ്ട് ഫിർഔൻ മുങ്ങിച്ചാകുന്നത് കണ്ട് അത്രമാത്രം പ്രയാസപ്പെട്ട് മൂസാ നബിയുടെ കൂടെ നടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ആളുകൾ 40 ദിവസം കൊണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങിയെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ടും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് കൂടെ കൂടിയിട്ട് ദാത്തു അൻവാത്തി എന്ന് പറഞ്ഞ ഒരു മരത്തെപ്പോലെ ഒരു മരം ഞങ്ങൾക്കും ഉണ്ടാക്കിത്തരണം നബിയേ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, വല്ലദീ നഫ്സി ബിയദിഹി ലതർകബുന്ന സുന്നത്തും മൻ കാന ഖബ്ലകും, എൻ്റെ സമുദായം പൂർവ്വ സമുദായങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അടിയുറച്ചതാകണം. പക്ഷേ ആ തൗഹീദിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ഇഖ്ലാസ് എങ്ങനെ ഉണ്ടാവുക? നമ്മൾ നമസ്കരിക്കുന്നു, ആ നമസ്കരിക്കുന്ന സമയത്ത് അള്ളാഹിനോട് ചോദിക്കുന്ന എന്തിനെ അള്ളാഹു ഈ പ്രാർത്ഥന പഠിപ്പിച്ചു നബിക്ക്? ഈമാൻ അങ്ങനെ വർദ്ധിപ്പിക്കാൻ, അപ്ഡേറ്റ് ചെയ്യാൻ. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന മിനൽ മുസ്ലിമീൻ. 5 നേരത്തെ ഫർള് നിസ്കാരത്ത്, ആ 5 നമസ്കാരത്തിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തുകളിൽ തഹജ്ജുദ് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. അപ് ടു ഡേറ്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനല്ല, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. ഇത് പ്രഖ്യാപിക്കണം ഓരോ ദിവസവും ഓരോ സമയവും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇഖ്ലാസ് ഒന്നും കൂടി പ്രകടമാക്കി. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ,
അതിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഞാൻ എൻ്റെ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പള്ളിയിൽ നിന്ന് ബാങ്ക് ഇങ്ങനെ കേൾക്കാണ്, ഹയ്യ സ്വലാ എന്ന് പറഞ്ഞിട്ട് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. കച്ചവടത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ് അല്ലേ? ബാങ്ക് കൊടുക്കുന്നവരാരും വരില്ല. അപ്പോൾ ഇന്നൊന്ന് ജമാഅത്തിന് പോയിട്ട് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ആ സമയത്ത് ഒരാൾ ഇങ്ങോട്ട് കയറി വരും. അയാൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി റെഡിയായി വന്നപ്പോഴേക്കിനും ഇവിടെ ജമാഅത്ത് പോയി. അവിടെ നമ്മൾ നമ്മുടെ കച്ചവടത്തെയാണ് ഇലാഹാക്കിയത്, സ്നേഹിച്ചത്. പടച്ചോൻ്റെ വിളിക്ക് ഉത്തരം കിട്ടിയില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു ഡോക്ടർ വന്നിട്ട് രാത്രി 2 മണിക്ക് മംഗലാപുരത്ത് എത്തിയിട്ട് വിളിക്കുകയാണ്, എന്നൊന്ന് നിങ്ങൾ പിക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് പരിചയമുള്ള ഡോക്ടറാണെങ്കിൽ നമുക്ക് അവിടെ ഓടും അല്ലേ? കളിക്ക് വേണ്ടി രാവിലെ എഴുന്നേൽക്കും. അതുപോലെ തന്നെ പലതിനും വേണ്ടി എക്സസൈസ് ചെയ്യാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കും. പക്ഷേ സുബഹിയുടെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന വിഷയത്തിൽ നമ്മുടെ യുവാക്കൾ പരാജയപ്പെട്ടില്ലേ? അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉറക്കിനെയായിരുന്നു. എത്ര നേരം വൈകി ഉറങ്ങാം എന്നതാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ യുവാക്കളുടെ ചിന്ത. നേരത്തെ കടന്നവർക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. നമ്മുടെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നിലനിർത്തണമെന്ന് നമ്മെ ഏൽപ്പിച്ചതാണ്, മറ്റൊരുത്തനെ കണ്ടിട്ടല്ല. നമ്മളിന്ന് മറ്റൊരുത്തൻ്റെ ഈമാനാണ് അളക്കണത്. എന്ത് മനുഷ്യനടാ, എന്താളടാ, അതെടാ ഇതടാ എന്ന് പറയില്ലേ? അങ്ങനെ പറയണ്ട. നീ നിന്നെ നോക്കുക, നീ രക്ഷപ്പെടുക. പടച്ചവൻ്റെ അടുത്തേക്ക് മരിച്ചു പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകാൻ അള്ളാഹു സൗഭാഗ്യം നൽകിയാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിനോളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ മർമ്മപ്രധാനമായി 1-2 സംഗതികൾ സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമസ്കാരം സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലാ ഉളു ലഹു. ഉളു ഇല്ലാത്തവന് നമസ്കാരമില്ല. ആ ഉളുവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇപ്പോൾ നോക്കി നിങ്ങൾ ഇവിടെ ഒരു 400ഓളം ആളുകൾ ഇവിടെ ഉണ്ട് വിചാരിക്കുക. നിങ്ങളെ വാഹനത്തിൻ്റെ ചാവികളൊക്കെ വ്യത്യസ്തമാണ്. വേറൊരാളെ വാഹനം കൊണ്ട് ചാവി കൊണ്ട് നിങ്ങളുടെ വാഹനം തുറക്കാൻ കഴിയില്ല. ഇപ്പോഴൊക്കെ റിമോട്ടും അതേമാതിരി തന്നെ നോക്കലൊക്കെയായി, ചാവിയൊക്കെ ഇനി പോകാൻ പോവാണ്. പക്ഷേ റസൂലുള്ള പറഞ്ഞ ഉദാഹരണം നോക്കി നിങ്ങൾ, അൽ വുളൂഉ മിഫ്താഹു സ്വലാത്ത്. ഉളു എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ താക്കോലാണ്. ഈ പള്ളിൻ്റെ അകത്തേക്കും കൂടെ കയറിയിട്ട് അള്ളാഹു അക്ബർ എന്ന് കൈ കെട്ടുമ്പോൾ ഇതിന് ഇത് ഓപ്പൺ ചെയ്യണം. ഏത്? നേരത്തെ പറഞ്ഞ ഈമാനും ഇഖ്ലാസും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാവി റെഡിയാവണം. മിക്ക ആൾക്കാരെ ചാവി അവിടെ തന്നെ കിടക്കുക. കാരണം ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. ഈ മൂക്കിൽ വെള്ളം കയറൂലേ, സുമ്മ തമല് മല വസ്തൻഷക്ക വസ്തൻഷറ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂക്കിലും വായിലും വെള്ളം കയറ്റി ചീറ്റി. ചില ആൾക്കാരെ മൂക്ക് കയറും, ചില ആൾക്കാരെ വായി കയറും. ചിലവരത് മൂക്ക് കയറില്ല, ചിലവരത് വായി കയറില്ല. മൂക്കിലും വായിലും കൂടി കയറിയാൽ ഇപ്പോൾ അവിടെ ഓരോ കട്ടിലിട്ട് കൊടുക്കേണ്ടി വരും കിടക്കാൻ, ഒന്ന് റെഡിയാവാൻ. നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മൂക്കിലും വായിലും വെള്ളം കയറ്റി ചീറ്റുന്നത് പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താ അറിയോ, ലാ സ്വലാത്ത ലിമൻ ലാ ഉളു ലഹു. ഞാൻ പറയാൻ കാരണം, ചെറിയ മൂക്കാ ചിലവർക്കും, പക്ഷേ വിരൽ വലുതാ. ഒന്ന് കൊടുക്കുന്ന സമയത്താണ് അങ്ങനെ കൊണ്ടോ കയറ്റിയിടുന്നത്. എന്തിന്? മൂക്കിൽ വിരലിടാൻ നബി പഠിപ്പിച്ചിട്ടില്ല. വെള്ളം അത് പരിശീലിക്കണം, അത് ശീലിക്കണം. അപ്പോഴേ നമ്മുടെ ഈമാനും ഇഖ്ലാസും ഇബാദത്തും അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പള്ളിയുടെ കുദ്രോളിപ്പള്ളിയുടെ കലക്ഷനാണിന്ന്. ഞാൻ ഈ മംഗലാപുരത്ത് ഏകദേശമുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ മംഗലാപുരത്തെ ഒരു പള്ളിക്ക് വേണ്ടി ഒരു കലക്ഷൻ എടുക്കാൻ പോകാൻ ഒരാൾക്കും പറ്റൂല. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് വിടുക എനിക്ക് മംഗലാപുരത്ത് ആർക്കെങ്കിലും.
ഇതാ പാവങ്ങളായ ആളുകളുടെ പള്ളിയിലേക്ക് നിങ്ങളൊരു സംഭാവന തരണം. ആരുടെ റിയാസ, ആരുടെ അഹമ്മദ, ആരുടെ സുബൈറ, ഇവൻ്റെ പള്ളിക്ക് കലക്ഷനാ, പോടാന്ന് പറയും. അതുകൊണ്ട് ഇവിടെയുള്ള നമ്മൾക്ക് നമ്മളല്ലാത്തവരാരും സഹായിക്കാനില്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇന്ന് പള്ളിയുടെ കലക്ഷനുണ്ട്, എല്ലാവരും സഹായിക്കുക. അള്ളാഹു നമ്മുടെ സഹായങ്ങളും ദാനധർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത്തത്, നമ്മുടെ കുദ്രോളി അങ്ങാടിയിൽ ജംഗ്ഷനിൽ വെച്ച് ഇന്നിപ്പോൾ ഖുത്ബ പറഞ്ഞല്ലോ, ഇത് എത്താത്ത ഒരുപാട് ആളുകളുണ്ട്. എത്തിയ ആളെ വിശേഷങ്ങൾ അപ്പം പറഞ്ഞത്, അപ്പോൾ എത്താത്തവൻ്റെ അവസ്ഥ എന്താ? അവൻ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കണ്, കുടുംബം നോക്കുന്നു, പരലോകത്തെത്തുമ്പോൾ ഖാലൂ യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അക്സരീന അഅമാലാ അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യക്സബൂന അന്നഹും യുക്സിനൂന സുൻആ. തൊട്ടടുത്തൊക്കെ ജുമാ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ നേരത്തെ ആൾക്കാർ പള്ളിയിൽ പോയിട്ടുണ്ട്, ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ടുണ്ട്. പരലോകത്തെത്തുമ്പോൾ അള്ളാഹു പറയുക, ഇല്ലടോ എൻ്റെ ചീട്ടുപടല്ല, തൗഹീദില്ല. കാരണം വഹും യക്സബൂന അന്നഹും യുക്സിനൂന സുൻആ, അവർ വിചാരിക്കുക ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. ഉറച്ച തൗഹീദ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്വീകരിക്കുള്ളൂ. ഒരു ലോകത്ത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കലാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അത് പറയുമ്പോൾ അത് നമ്മളെ SKSM നടത്തിക്കോളും, കുദ്രോളി പള്ളി കമ്മിറ്റിക്കാർ നടത്തിക്കോളും. അല്ല, നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം വേണോ? ഒരാൾ കേട്ടിട്ട് നന്നായാൽ, തൗഹീദിൽ വന്നാൽ, ഒരു തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും മറ്റൊരു തുലാസിൽ ഈ ലോകങ്ങളും സമാവാത്തും ഈ കടലും ഒക്കെ വെച്ചിട്ട് നാളെ പരലോകത്ത് വെക്കുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും. ആ കനം തൂങ്ങുന്ന കൂട്ടത്തിൽ ഞാൻ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത്, എൻ്റെ ഭാര്യ വേണോ എന്ന് തീരുമാനിക്കേണ്ടത്, എൻ്റെ മക്ക വേണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വെറുതെ ഇപ്പോൾ എത്രയോ പ്രായമുള്ള ആൾക്കാരൊക്കെ മുന്നിലിങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഒരുത്ത SKSമാരും പറയാൻ, ഇയാൾ എന്താടാ പറങ്കിപ്പേട്ടയിൽ ഇയാൾ, കുദ്രോളിയിൽ ഇയാൾ, അവിടെ എല്ലാം മുന്നിൽ ഇയാൾ. അയാൾക്ക് ഈമാൻ ഉഷാറാണ്, ഇഖ്ലാസ് ഉഷാറാണ്, ഇബാദത്തും അങ്ങനെയാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആകണം. അതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, സംസാരശേഷിയില്ലാത്ത ഒരു കുട്ടിയുടെ വിഷയത്തിൽ അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ വിഷമിക്കുന്ന വിവരമറിഞ്ഞു. സംസാരം തിരിച്ചു കിട്ടാൻ നോക്കി നിങ്ങൾ, അല്ലമഹുൽ ബയാൻ, നമ്മളെ സംസാരം പഠിപ്പിച്ച പടച്ചോൻ എത്ര ലക്ഷം രൂപ ചിലവാക്കുന്നത്. കോഴിക്കോട് നിന്നൊരു കേന്ദ്രം കുട്ടിയെ പഠിപ്പിക്കുകയാണ്, സംസാരിപ്പിക്കാൻ. ഒരു കൺസൾട്ടിങ്ങിന് 5000 രൂപയാണ് ഒരു മണിക്കൂർ നേരത്തേക്ക്. പടച്ചോ നാളെ പരലോകത്ത് ചെന്നിട്ട് സുമ്മ ലതുസ്അലുന്ന യൗമയിദിൻ അനിൻ നഈം, നിങ്ങൾ അനുഭവിച്ച ആസ്വദിച്ചതൊക്കെ ചോദിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ വലിച്ച ശ്വാസത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കാൻ കഴിയുമോ? നമ്മൾ സംസാരിച്ച സംസാരത്തിൻ്റെ കണക്ക് പടച്ചോൻ ചോദിച്ചാൽ എത്ര റുപ്യ കൊടുക്കാൻ കഴിയും? ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ ഇബാദത്ത് ചെയ്താൽ തീരൂല നമുക്കത്. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവും നമ്മുടെ മക്കൾക്ക് അള്ളാഹു പൂർണ്ണ ആരോഗ്യവും നൽകുമാറാകട്ടെ. ഒരു സഹോദരൻ്റെ ഭാര്യയ്ക്ക് ചെറിയ അസ്വസ്ഥതയാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ ഒരു പ്രവർത്തകൻ്റെ സഹോദരൻ ക്യാൻസർ ബാധിതനായി അവസാനത്തെ സ്റ്റേജിലാണ്. എല്ലാ സ്ഥലത്ത് എന്നാലും പ്രാർത്ഥിക്കാനുള്ളതാണ്. രോഗത്തിന് പ്രാർത്ഥിക്കുക. ആരാ രോഗികളല്ലാത്തത്? രോഗികളല്ലാത്തവരാരാ? എല്ലാവരും രോഗികളാണ്, ഒന്നല്ലെങ്കിൽ ഒന്ന്, അല്ലേ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹിയോട് അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തിനോട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചോദിച്ചു, നിങ്ങൾ ഈ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയൽ? സുഖമില്ലാന്നോ? എന്നാ പോടാ അറിയില്ലേ? സുഖമാണെന്ന് പറഞ്ഞാൽ ഖൈറല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ നിങ്ങൾ കളവ് പറയാറുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞില്ല. എന്നാൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്ന് പറയുന്നത് കളവന്നാണ്. കാരണം നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ വിളമ്പി വെച്ച ഭക്ഷണത്തിലൊന്നും വേണ്ടാന്ന് നിങ്ങളോട് പറയുന്നെങ്കിൽ പഞ്ചസാര പറ്റൂല, ഉപ്പ് പറ്റൂല, പുളി പറ്റൂല, മുളക് പറ്റൂല, ചോറ് പറ്റൂല, മീൻ പറ്റൂല, ഇറച്ചി പറ്റൂല, നെയ്യ് പറ്റൂല, ഉള്ളി പറ്റൂല. എന്താ പറ്റുക? കാറ്റോ? കാറ്റും അമിതമാകാൻ പറ്റൂല. അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഇബ്രാഹിം ഖലീൽ പള്ളിയുടെ ഇടയിൽ
ഒരു കഞ്ഞിക്കടയിൽ ഒരു കച്ചവടം ചെയ്തിരുന്ന ഒരു കറുത്ത കുടുതായിട്ടൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ മരിച്ചിട്ട് 4 ദിവസമായി, 3 ദിവസമായി. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും എന്താ പറയുക, വലിയ വലിയ ആളുകളൊക്കെ മരിച്ചാൽ മെസ്സേജ് വരും, ഫോട്ടോ വരും, അതേമായി തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയും. ഇതൊക്കെ നമ്മൾ അവഗണിക്കപ്പെടുമോ എന്ന് വിചാരിക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ കുദ്രോളിപ്പള്ളി ഇവിടെ ഉണ്ടാക്കാൻ പ്രയാസപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. അവർ AC എന്താണെന്ന് കണ്ടിട്ടില്ല, ഫാനിൻ്റെ കാറ്റ് അവർ ശരിക്കും അനുഭവിച്ചിട്ടില്ല, കാർപ്പറ്റ് എന്താണെന്ന് അവർ അനുഭവിച്ചിട്ടില്ല. അവർ പണം തന്നു, സൗകര്യങ്ങൾ ചെയ്തു തന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സൗകര്യം ഉണ്ടാക്കി. സുഹൃത്തുക്കളെ, അവർക്കൊക്കെ അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രോഗങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മുടെ പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ട്. ഈ കസേരയിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും ഇത് ഇഷ്ടപ്പെട്ടിരിക്കുകയല്ല. ഇരുന്നാൽ കുടുങ്ങി, ഇരുന്നോനും കുടുങ്ങി. അതാ രസം. ഒരിക്കലും ഇരുന്നാൽ പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ മെനക്കെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഒന്ന് ശ്രമിച്ചു നോക്കാം ചിലർക്ക്, പക്ഷെ അതിന് പറ്റുന്നില്ല പലർക്കും. ഇരുന്നവനോടാണെങ്കിലോ പള്ളി കയറി ഒന്നാണ് അസ്സലാമു അലൈക്കും, എന്ത് പറ്റി, മുട്ടുംകാല് വേദന, എവിടെ വേദന, എന്ത് വേദന. അതുകൊണ്ട് ഇതാരും ഇഷ്ടപ്പെട്ടിട്ടിരിക്കുകയല്ല. പക്ഷേ നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലം പൂർണ്ണമായ കാമിലാണ്. അവരത് ആഗ്രഹിക്കുന്നു. പള്ളിയുടെ അകത്ത് നിന്ന് കസേരയിലിരുന്നിട്ട് കഴിഞ്ഞ റമദാനിൽ ഇബ്രാഹിം ഖലീൽ പള്ളിയിൽ വെച്ചൊരാൾ കരയാ. എന്താ കാരണം അറിയോ? 7 കൊല്ലായി അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂദ് ഞാൻ ചെയ്തിട്ട്. സുജൂദ് ചെയ്താൽ അവിടെ ഇരുന്നിട്ട് ആൾ പൊക്കിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരക്കാർക്ക് അള്ളാഹു അവരുടെ രോഗത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഇഗ്ഫിർ ലനാ വൽ ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.